തൃപ്പൂണിത്തുറയിൽ വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. അപകടമുണ്ടായതിന് സമീപമുള്ള കാർഷിക ബാങ്കിലെ CCTV ദൃശ്യങ്ങളാണ് 24-ന് ലഭിച്ചത്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, ഈ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് വ്യക്തമാകുന്നത്? അതോടൊപ്പം ഈ അന്വേഷണം നടക്കുകയാണല്ലോ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട്. ഈ അന്വേഷണത്തിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ എത്രത്തോളം നിർണായകമാകും വിഷ്ണു? ലക്ഷ്മി, ഏറ്റവും പ്രധാനപ്പെട്ടത് 10:51 സ്ഫോടനം നടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. CCTV ദൃശ്യത്തിൽ സൂചിപ്പിക്കുന്നത് 10:51 ഈ സംഭവം നടന്നതെന്നാണ്. ഈ സംഭവം സ്ഥലത്ത് നിന്ന് ഏകദേശം 20 മീറ്റർ മാത്രമാണ് ഈ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന ദൂരം. ആ ബാങ്കിലാണ് ഇത്രയും രൂക്ഷമായ ഒരു ആഘാതം ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ അവർ നേരിട്ട ബുദ്ധിമുട്ട് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാകും. ചില്ലുകൾ പൊട്ടിത്തെറിച്ച് വീഴുന്നതെല്ലാം നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കും. അത്രയും ശക്തമായ ഒരു ആഘാതം ആ പ്രദേശത്ത് തകർന്ന വീടുകളിലെല്ലാം എത്തിയിരുന്നു. ഇപ്പോൾ ഈ ബാങ്കിലെ ദൃശ്യങ്ങൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. സമീപ പ്രദേശത്തെ വീടുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി മണിക്കൂറുകളിൽ പുറത്തു വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രയേറെ ആഘാതം ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് ഇത്. നിലവിൽ ഈ സമയവുമായി ബന്ധപ്പെട്ട വ്യക്തത കൂടി ഈ ദൃശ്യം പുറത്തു വന്നതോടുകൂടി സംഭവിച്ചിരിക്കുന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട് 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ 4 പേരെയും റിമാൻഡ് ചെയ്തിരുന്നു. 5 പേരെയാണ് പ്രതി ചേർക്കുന്നത്. അതിൽ ഒരാൾ ഈ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി, അദ്ദേഹത്തെ കൂടിയാണ് ഇനി പിടികൂടാനുള്ളത്. അദ്ദേഹം നേരിട്ട് സ്റ്റേഷനിലെത്തി കീഴടങ്ങും എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. അതോടൊപ്പം മറ്റ് വിശദാംശങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ളതിന് ഇപ്പോഴും ഒരു വ്യക്തത സംഭവിച്ചിട്ടില്ല. നേരത്തെ ഫയർഫോഴ്സ് വ്യക്തമാക്കിയത് വാഹനത്തിൽ നിന്നുള്ള സർക്യൂട്ടിലെ പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ്. വിദഗ്ധ സമിതി പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അത്തരമൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുക. ഈ ഇത്തരത്തിൽ അനധികൃതമായി വെടിമരുന്ന് സൂക്ഷിക്കുകയും അലക്ഷ്യമായി വെടിമരുന്ന് സൂക്ഷിക്കുകയും ചെയ്തു എന്നുള്ളത് ഫയർഫോഴ്സ് റിപ്പോർട്ടിലും വ്യക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായൊരു അനാസ്ഥ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ട്. ക്ഷേത്രം ഭാരവാഹികളുടെ ഭാഗത്തുനിന്നായാലും ഈ കരാറെടുത്ത ആളുകളുടെ ഭാഗത്തുനിന്നായാലും അത് സംഭവിച്ചിട്ടുണ്ട്. അതിന് നഷ്ടം സഹിക്കേണ്ടി വന്നത് ആ പ്രദേശത്തെ നാട്ടുകാരാണ്. ഏകദേശം 8ഓളം വീടുകൾ. ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട പരുക്കേറ്റവരുടെയൊക്കെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? അതോടൊപ്പം ഈ നഷ്ടപരിഹാരം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള നടപടികൾ ഇപ്പോൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ലക്ഷ്മി, 25 പേർക്കാണ് ഇന്നലെ പരിക്കേറ്റത്. അതിൽ 2 പേർ ഇന്നലെ തന്നെ കൊല്ലപ്പെട്ടിരുന്നു. 3 പേർ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയാൻ ICUവിലാണ്. അവരുടെ നില ഒരൽപ്പം ആശങ്ക ഉളവാക്കുന്നതാണ്. എന്നാലും ജീവിതത്തിലേക്ക് തിരിച്ചു എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. മറ്റ് 4 പേർ ഇവിടെ താലൂക്ക് ആശുപത്രിയിലുണ്ട്. ബാക്കിയുള്ള ആളുകളെല്ലാം വീട്ടിലേക്ക് പോയി എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും ശുഭാപ്തികരമായ വാർത്ത. മറ്റൊന്ന്, 285 പേരാണ് നഷ്ടപരിഹാരത്തിനായി ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ആകത്തുക എത്ര നഷ്ടം സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. തൃപ്പൂണിത്തുറ നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തുകയാണ്. ഇന്ന് വൈകിട്ടോടു കൂടിയായിരിക്കും അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുക. എത്ര രൂപ നഷ്ടം സംഭവിച്ചുവെന്ന്, എല്ലാവർക്കും നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ശക്തമായി ഉണ്ടാകുമെന്ന് തൃപ്പൂണിത്തുറ നഗരസഭാ ചെയർപേഴ്സൺ വ്യക്തമാക്കിയിട്ടുണ്ട്. റവന്യൂ വിഭാഗവും അതോടൊപ്പം എഞ്ചിനീയറിംഗ് വിഭാഗവും ചേർന്നാണ് ഈ നഷ്ടം വിലയിരുത്തുന്നത്. സംസ്ഥാന സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കളക്ടറോട് ചോദിച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മി. ശരി വിഷ്ണു. വിഷ്ണു, ഈ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് എത്ര പേരാണ് ഇപ്പോൾ അപേക്ഷ നൽകിയിരിക്കുന്നത്? ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചാകും ഈ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്ന നടപടികളടക്കം തുടരുക? ലക്ഷ്മി, ഇന്നലെ മുതലാണ് ഇതിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചത്. റവന്യൂ വിഭാഗത്തിന് മുൻപിൽ ക്യാമ്പിൽ സജ്ജീകരിക്കുന്ന ഹെൽപ്പ് ഡെസ്കിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അത് 285 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള കേടുപാടുകൾ വീടിന് സംഭവിച്ചു എന്നുള്ളതാണ് അവർ പ്രാഥമികമായി നൽകേണ്ട വിവരം. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗം വിശദമായൊരു പരിശോധന ആ വീട്ടിലെത്തി നടത്തും. അതിനുശേഷം ആ എഞ്ചിനീയർ വിഭാഗമായിരിക്കും ഈ വീട്ടിന് ഇത്ര രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് ഔദ്യോഗികമായ ഒരു രേഖ സമർപ്പിക്കുക. ആ രേഖയുടെ അടിസ്ഥാനത്തിലായിരിക്കും വീട്ടുടമകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുക
മനസ്സിലാക്കുക, ഈ വാടകക്ക് താമസിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. സ്ഥാപനങ്ങൾക്ക് പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് ക്രമീകരിച്ചിട്ടുണ്ട്. കുറേ സ്ഥാപനങ്ങൾ ഈ 2 കിലോമീറ്റർ ചുറ്റളവിൽ ഇതിന്റെ ആഘാതത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കും നഷ്ടപരിഹാരം നൽകും. നിലവിൽ ഒരു 300-ലധികം പേർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ സമർപ്പിക്കുമെന്നാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് എത്ര തുക നഷ്ടം സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു കണക്ക് പുറത്തു വന്നിട്ടില്ല. അതൊരു പക്ഷേ 1 കോടിയിലധികം രൂപയുടെ നഷ്ടം പ്രാഥമികമായി നമുക്ക് ഒരു കൃത്യമായ കണക്കല്ല, എന്നാൽ പോലും 1 കോടിയിലധികം നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് വിലയിരുത്താനാകും. കാരണം കൂടുതൽ വീടുകളും അതോടൊപ്പം ജനൽച്ചില്ലുകളും ഒക്കെ തകർന്നിട്ടുണ്ട്, വാഹനങ്ങൾ ഉൾപ്പെടെ തകർന്നു ഒരു പശ്ചാത്തലമുണ്ട്. അത്തരത്തിൽ 1 കോടിയിൽ മുകളിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി കണക്ക് നൽകേണ്ടത് എഞ്ചിനീയർ വിഭാഗമാണ്. ഇന്ന് വൈകിട്ടോടുകൂടി ആ കണക്ക് നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്ത് ഉള്ള ഇടപെടലും ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടതാണ്. 6 പേരടങ്ങുന്ന ഒരു ടീമിനെ 15-അംഗ സംഘത്തെ വിവിധ മേഖലകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ആളുകൾക്കുണ്ടാക്കിയ മാനസികാഘാതം ഉൾപ്പെടെ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ ടീമിനെ സജ്ജീകരിച്ചിരിക്കുന്നത്. ശ്രീലക്ഷ്മി. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.